നമസ്കാരം സർ. നമസ്കാരം സർ, മലബാറിൽ മേൽക്കൈ മുസ്ലിം ലീഗിനാണ്. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. ഇത് രണ്ടും ഇപ്പോൾ ഏതാണ്ട് UDFന്റെ കൂടെയാണ്. സംശയമില്ല. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോഴുള്ള സ്ഥിതി എന്താണ്? അവിടെ ഈ പറയുന്നത് പോലെ ഇപ്പം നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം വെച്ച് വിലയിരുത്തണ്ട, അവിടെ അതും ഒരു ഘടകമാണെങ്കിലും ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്നത് പോലെ UDFനാണോ LDFനാണോ അതോ BJPക്കാണോ തെക്കൻ കേരളത്തിൽ മേൽക്കൈ? തെക്കൻ കേരളത്തിൽ ഇപ്പോൾ മേൽക്കൈ ഉള്ളത് LDFനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഒരു ബേസ് വോട്ട് നമ്മൾ കണക്കെടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത് മൂന്ന് ജില്ലകളും വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാരണം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇതിൽ പത്തനംതിട്ടയെ നമുക്ക് ഉൾപ്പെടുത്താം. പത്തനംതിട്ടയിൽ അത് 5 സീറ്റേ ഉള്ളൂ. 5 സീറ്റും UDFന് അനുകൂലമായിട്ടാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിലനിന്നത്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. കോന്നി പോലുള്ളതൊക്കെ ഇനി ചില മാറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ളത് സത്യമാണ്. എന്നാൽ പോലും നമ്മൾ ഈ 3 മണ്ഡലങ്ങളെ ഈ 3 ജില്ലകളെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടതുണ്ട്. ഒന്ന് തിരുവനന്തപുരം 14 സീറ്റുള്ള സ്ഥലമാണ്. രണ്ടാമത് കൊല്ലം 11 സീറ്റുള്ള സ്ഥലമാണ്. ആലപ്പുഴ 9 സീറ്റ്. ഇത് മൊത്തം നോക്കുമ്പോൾ ഏതാണ്ട് 34 സീറ്റുണ്ട്. ഈ പത്തനംതിട്ടയും കൂടെ ചേർത്ത് 39. അപ്പൊ ഇത് ഇത്രയും സ്ഥലങ്ങളിലെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ തീർച്ചയായിട്ടും ആര് ഭരിക്കുമെന്നുള്ളത് നിശ്ചയിക്കുന്നതാണ്. കാരണം മറ്റു സ്ഥലങ്ങളിൽ അത്രത്തോളം നമുക്ക് ഒരു മേൽക്കോയ്മ ഇപ്പോൾ LDFനോ ഉണ്ടെന്നോ അല്ലെങ്കിൽ BJP ഉണ്ടെന്നോ പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒരു ചൊല്ലുണ്ട്. തിരുവനന്തപുരത്ത് ആർക്കാണോ കൂടുതൽ സീറ്റ് കിട്ടുന്നത് തിരുവനന്തപുരം കൊല്ലം അവരാണ് കേരളം ഭരിക്കുക. അതാണ് പൊതുവേ നമ്മൾ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ മുമ്പ് ഭയങ്കര സ്വിംഗ് നടക്കുമായിരുന്നു. അതായത് LDFന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം വരുന്നെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം കൊല്ലവും ഏതാണ്ട് തൂത്തുപറക്കി LDF കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 23 മണ്ഡലങ്ങൾ വരുന്നതാണല്ലോ. അത് പൂർണ്ണമായിട്ടും 25ഓളം മണ്ഡലങ്ങൾ വരുന്നതാണ്. അത് 25 മണ്ഡലം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞില്ല. ബാക്കി പിന്നെ 50 മതി, ബാക്കി എല്ലായിടത്തും. അപ്പൊ ആ ഒരു ഭൂരിപക്ഷം വളരെ നിർണായകമായിരുന്നു. ഇവിടെ പലപ്പോഴും 1-2 സീറ്റേ പ്രതിപക്ഷത്തിന് നമുക്ക് കൊടുക്കുള്ളൂ. പക്ഷെ ആ കാലം ഇപ്പൊ മാറിയിരിക്കുന്നു. ഇപ്പൊ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും BJP വളരെ നിർണായകമായ വോട്ട് പിടിക്കുന്നു. വിജയിക്കുന്നതിന് പുറമെ വോട്ട് പിടിക്കുന്നത് തന്നെ ഒരു ഘടകമായിരിക്കും. അതായത് ഒരാളെ തോൽപ്പിക്കാൻ BJPക്ക് സാധിക്കും. തീർച്ചയായിട്ടും വലിയ രീതിയിൽ സാധിക്കും. വേണമെന്ന് വിചാരിച്ചാൽ ആര് ജയിക്കുമെന്ന് നമുക്ക് പ്രവചിക്കുക അസാധ്യമാണ്. ആ വിധത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 11 സ്ഥലത്ത് LDFും 2 സ്ഥലത്ത് UDFും 1 സ്ഥലത്ത് BJPയുമാണ് തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നത്. നേമത്ത് BJP ലീഡ് ചെയ്യുന്നു. വട്ടിയൂർക്കാവിലും BJP ലീഡ് ചെയ്യുന്നു. അതേസമയം UDFന് ശരിക്കും നെയ്യാറ്റിൻകര മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രശ്നമുണ്ട്. UDFന് നെയ്യാറ്റിൻകര എന്ന ഒരൊറ്റ മണ്ഡലത്തിലാണ് അവരുടെ പക്ഷേ അവരുടെ ഒരു സാധ്യതയുള്ള സ്ഥലം തന്നെയാണ്. കോവളം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. 14-ൽ 2 BJPയും 1 കോൺഗ്രസും എന്ന നിലയ്ക്കാണ് തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം നിൽക്കുന്നത്. പക്ഷെ ഇനി അതിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുള്ളതെന്ന് വെച്ചാൽ സാർ നേരത്തെ പറഞ്ഞതിൽ ഒരു സ്ഥലത്താണ് BJP ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ്? അത് ഒന്നല്ല, 2 സ്ഥലത്തുണ്ട്. അത് എനിക്ക് മിസ്റ്റേക്ക് വന്നതാണ്. 2 സ്ഥലത്തുണ്ട്. നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും BJP കഴക്കൂട്ടത്ത് വളരെ ചെറിയ ഒരു ലീഡ് വ്യത്യാസമേ ഉള്ളൂ. 2000 കിലോ വോട്ടിന് LDF ലീഡ് ചെയ്യുന്നുണ്ട്. LDF അത് വലിയൊരു പ്രശ്നമല്ല. ഒരു നല്ല സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ കഴക്കൂട്ടവും BJPക്ക് അനുകൂലമാക്കാവുന്നത്. എനിക്ക് തോന്നുന്നു BJP 14 വാർഡുകളോളം ജയിച്ചു എന്നാണ്. വട്ടിയൂർക്കാവിൽ 12, നേമത്ത് 17 വാർഡുകൾ ജയിച്ചു. 22 ഉള്ളതിൽ 17, 5 എണ്ണം മാത്രമാണ്. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു 8 വാർഡുകളാണ് ജയിച്ചിരിക്കുന്നത് BJP.
അത് അവരെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. ബാക്കി സ്ഥലങ്ങളെ പക്ഷെ BJP അത്രയും തിരുവനന്തപുരത്ത് അത്രയും ജയിച്ചാൽ പോരാ. തിരുവനന്തപുരം സെൻട്രലിൽ കുറെ കൂടെ സാധ്യത ഉള്ളതായിരുന്നു. പക്ഷെ അത് ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് അതിന് കഴിഞ്ഞില്ല. ഇപ്പൊ കണ്ണമൂല സ്വതന്ത്രൻ നിന്ന് ജയിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ അവരുടെ ഈ തിരുവനന്തപുരം സെൻട്രലിനെ സംബന്ധിച്ച് പറ്റിയത് മെയിൻ സ്ഥാനാർത്ഥികളല്ലാതെ BJPയുടെ സ്ഥാനാർത്ഥികളല്ലാതെ മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്നും അവർക്ക് ദോഷമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സഖ്യകക്ഷികളുടെ സ്ഥാനാർത്ഥികളിൽ നിന്ന് നടത്തുക. അങ്ങനെ നോക്കിയാൽ നമ്മള് തിരുവനന്തപുരത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പോ ജില്ലയിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെയ്യാറ്റിൻകര, പാറശാല, കോവളം, പിന്നെ വട്ടിയൂർക്കാവ് നമുക്ക് പറയാൻ പറ്റില്ല. ശക്തമായ ത്രികോണ മത്സരമാണ് വട്ടിയൂർക്കാവിൽ ഉണ്ടാകുക. ഇങ്ങനെയുള്ള 3-4 മണ്ഡലങ്ങളാണ് UDF എന്തെങ്കിലും ഒരു ചാൻസ്, പ്രതീക്ഷയുള്ള സ്ഥലങ്ങൾ. ബാക്കി നേമമാവട്ടെ, വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മൂന്നാം സ്ഥാനത്താണ് ഏതാണെന്ന് ഉറപ്പാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം LDF ആണ് തൊട്ടടുത്ത് വരിക. BJP അവിടെ നല്ല സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് കൊണ്ട് വി മുരളീധരനായാലും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ആയാലും വട്ടിയൂർക്കാവിൽ നിർത്തുമെന്ന് പറയുന്നതും അതുപോലെ ഒരു പ്രോമിനന്റ് ആളായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റാർ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും BJPക്ക് മേൽക്കോയ്മ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ ശക്തമായ ത്രികോണ മത്സരം നിൽക്കുമ്പോൾ അവിടെ BJP ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നതെങ്കിൽ അവിടെയും വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ബാക്കിയുള്ള മണ്ഡലങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം LDFന് അനുകൂലമായിട്ടാണ് വരാൻ സാധ്യത. ഇതാണ് തിരുവനന്തപുരത്തിന്റെ ചിത്രം. നമ്മൾ കൊല്ലത്തേക്ക് വന്നാൽ 11 മണ്ഡലങ്ങളാണ് കൊല്ലത്തുള്ളത്. അതിലിപ്പോ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് UDFന് ഒരു മേൽക്കോയ്മ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൽ തന്നെ UDFന് ഇരവിപുരം, ചവറ, പിന്നെ കുന്നത്തൂർ ഈ 3 മണ്ഡലങ്ങളിലാണ് ഇപ്പോ അവർക്ക് മേൽക്കൈ ഉള്ളത്. പുനലൂര്, ചടയമംഗലം ഒക്കെ അവർക്ക് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. CPIക്ക് നല്ല വേരോട്ടമുള്ള സ്ഥലങ്ങളാണ്. ഈ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് 22,000-ന് മേൽ ഭൂരിപക്ഷമായിരുന്നു പുനലൂര്. പിന്നെ അതുപോലെ തന്നെ ചടയമംഗലമാണെങ്കിൽ 4,000 ചിലവനം വോട്ട്, 5,000-ന് അടുപ്പിച്ച് വോട്ടിന്റെ ഭൂരിപക്ഷം. എനിക്ക് തോന്നുന്നു 2001-ൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ജയിച്ചതിന് ശേഷം പിന്നെ ചടയമംഗലത്ത് കോൺഗ്രസ് കൈപ്പത്തി ജയിച്ചിട്ടില്ല. അത് വ്യക്തമാക്കുന്നത് ആ മണ്ഡലങ്ങളെല്ലാം കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് 2006 മുതൽ CPI തുടർച്ചയായിട്ട് ജയിച്ചു വരുന്ന മണ്ഡലങ്ങളാണ്. പുനലൂരും ഏതാണ്ട് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ. അത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഈ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും പിന്നെ ആലപ്പുഴത്തെയും മണ്ഡലങ്ങളിൽ ഒരു പ്രത്യേകത നിൽക്കുന്നത് ഈ ഭരണവിരുദ്ധ വികാരത്തെക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ ഒരു അയ്യപ്പ കോപം വന്നു നിൽക്കുന്നത്. അതാണ് അടുത്ത എത്ര വോട്ട് മാറ്റുമെന്നുള്ളത് സംശയമാണ്. നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനേക്കാൾ വഷളായ ചില സിറ്റുവേഷനുകൾ നിൽക്കുമ്പോൾ അവിടെയൊക്കെ ചില ഇൻറോഡുകൾ മന്ത് വന്ന കാലിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത് പോലെ ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. മൊടന്തന് മന്തും കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ്. ഒരു മൊടന്ത് ഉണ്ട്, ഒരു കാലിൽ മൊടന്തുണ്ട്, ഭരണവിരുദ്ധ വികാരം. അതിനു പുറമെ ഇപ്പം അയ്യപ്പന്റെ സ്വർണം മോടിച്ചത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വെളുക്കാൻ തേച്ച സംഗമം പോലും അയ്യപ്പ സംഗമം പാണ്ടായി, തന്ത്രിയുടെ അറസ്റ്റ് പാണ്ടായി, ഓഡിറ്റ് റിപ്പോർട്ട് പാണ്ടായി. ഇനി വേറൊന്നും ഇനി അതിനകത്ത് ബാക്കിയില്ല. ആ വിധത്തിൽ അതായത് അയ്യപ്പ കോപം ആഞ്ഞടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലെ പ്രതികൾ പലരും മത്സരിക്കാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് കഴക്കൂട്ടത്തൊക്കെ കടകംപള്ളി സുരേന്ദ്രനൊക്കെ മത്സരിക്കുമ്പോൾ അത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് CPM-ന് തന്നെ ഭയമാണ്. അവിടെ സ്ഥാനാർത്ഥി നിർത്തിയാൽ അവിടെ ചിലപ്പോൾ CPM-ന് എന്തെങ്കിലും നേട്ടം ഉണ്ടായാൽ പോലും മറ്റു മണ്ഡലങ്ങളിൽ അത് ദോഷം ചെയ്യും എന്നൊക്കെ അവര് കരുതുന്നുണ്ട്. പിന്നെ കുണ്ടറ, ഈ 3 സ്ഥലങ്ങൾ പറഞ്ഞതിന് പുറമെ കുണ്ടറ വിഷ്ണുനാഥ് നിൽക്കുകയാണെങ്കിൽ കുണ്ടറ ഒരു കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. പിന്നെ ചാത്തന്നൂര് BJPക്ക് നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഒരു ത്രികോണ മത്സരത്തിൽ അവിടെ ഇപ്പോൾ സാർ സംഭവിക്കുന്നത് കഴിഞ്ഞ 2 ടേമായിട്ട്, അതായത് 2011 അവിടെ ബിന്ദു കൃഷ്ണ മത്സരിച്ച് ജയലാലിനോട് തോറ്റു. 2016 അവിടെ ഗോപകുമാർ, കോൺഗ്രസിൽ നിന്ന് മാറി വന്ന ഗോപകുമാർ, അദ്ദേഹം ചാത്തന്നൂർ താലൂക്ക് യൂണിയന്റെ SNDP അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വാധീനം അവിടെ ഉണ്ട്.
2016 അദ്ദേഹം മത്സരിച്ചെങ്കിലും ജയലാൽ വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കുകയായിരുന്നു. ഏതാണ്ട് ഇദ്ദേഹം പിടിച്ച അത്രയും വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് അവിടെ കിട്ടി. ഇദ്ദേഹം 35,000-ഓളം വോട്ട് പിടിച്ചു. ആ 35,000 വോട്ടിന്റെ ഭൂരിപക്ഷം, അതായത് 70,000 വോട്ട് പിടിച്ചാണ് ഇദ്ദേഹം ജയിച്ചത്. പക്ഷെ അന്ന് അവിടെ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ശൂരനാട് രാജശേഖരനായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം പരിപൂർണമായിട്ട്, അതായത് 20,000-ന് താഴെ വോട്ട് വാങ്ങി അദ്ദേഹം നാണം കെട്ട തോൽവിയായിരുന്നു ഉണ്ടായത്. പക്ഷെ 2021 വന്നപ്പോൾ സ്ഥിതി കുറച്ചുകൂടെ മാറ്റം ഉണ്ടായി. ഗോപകുമാർ ഏതാണ്ട് ഈ ഭൂരിപക്ഷം 35,000 എന്നുള്ളത് പകുതിക്ക് താഴെ കൊണ്ടുവന്നു, 17,000-ൽ കൊണ്ടുവന്നു. പക്ഷെ കോൺഗ്രസ് കുറച്ചുകൂടെ സ്ഥിതി അവിടെ മെച്ചപ്പെടുത്തി. BJPക്ക് അവിടെ വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. ഏതാണ്ട് 40,000-ന്. ഈ ഒരു സൂചന നമുക്ക് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വളരെ ഈ വോട്ടേഴ്സിന്റെ ക്യാരക്ടർ മാറുന്നോ എന്ന് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മുമ്പാണെങ്കിൽ LDF, UDF, BJP ഇങ്ങനെ ഒരു ഫിക്സഡ് വോട്ടുകളും പിന്നെ ചെറിയ വോട്ടുകളാണ് മാറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പൊ BJP ജയിക്കുമെന്നുള്ളിടത്ത് വലിയ രീതിയിൽ LDF-ന്റെ വോട്ടുകളും UDF-ന്റെ വോട്ടുകളും കൂടെ വരുന്ന BJP പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനുണ്ട്. അതുകൊണ്ടാണ് ഈ ചാത്തന്നൂർ മണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പരവൂര്, കല്ലുവാതുക്കല്, ചിറക്കര, പാരിപ്പള്ളി ഈ ഭാഗങ്ങളിലെല്ലാം BJP LDF-ഉം തമ്മിൽ ശക്തമായ മത്സരം നടക്കുകയാണ്. അതേസമയം പൂയപ്പള്ളി എന്നൊരു പഞ്ചായത്തുണ്ട്, അവിടെ ഒരു വലിയ ക്രിസ്ത്യൻ ഭൂരിപക്ഷ, അവിടെ വരുമ്പം BJPക്ക് വോട്ട് കിട്ടുന്നില്ല. അവിടെ ഇപ്പോ മുമ്പെല്ലാം അത് കോൺഗ്രസിന് കൊടുത്തിരുന്ന വോട്ടാണ്. അവിടെ ഓർത്തഡോക്സുകാരുണ്ട്, ലത്തീനുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്, പെന്തക്കോസ്തുകാരുണ്ട്. പക്ഷെ ഇവർ ഒന്നടങ്കം ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിനാണ്. ഇക്കുറി അത് മാറി കോൺഗ്രസിലേക്ക് ആ വോട്ട് പോയാൽ BJPക്ക് സാധ്യത വളരെയധികം ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ വോട്ടിംഗ് പാറ്റേൺ ചേഞ്ച് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് അനലൈസ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഇത്തവണ എന്ത് കാരണവശാലും UDF-ൽ പോകണമെന്ന് അവരാഗ്രഹിക്കുന്ന പോലെ വോട്ടർമാരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അത് വ്യക്തമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇങ്ങോട്ടധികം വന്നില്ലെങ്കിലും അതും കൂടെ ഇനിയും റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമുക്ക് കാണാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴയിൽ അത്ര റിഫ്ലക്ട് ചെയ്തിട്ടില്ല. പക്ഷെ അതൊരു വേവ് ആയിട്ട് ചിലപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി, ഇപ്പൊ കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്, അല്ലെങ്കിൽ LDF ആണ് ജയിക്കുന്നത് LDF-ന്, ഒപ്പം BJP മുന്നോട്ട് വരുന്ന മണ്ഡലങ്ങളാണെങ്കിൽ അവിടെ BJPക്ക് 2 സ്ഥലത്തു നിന്ന് വോട്ട് പോയി മുന്നോട്ട് വരാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ട്. ഇതെല്ലാം BJP നിർത്തുന്ന സ്ഥാനാർത്ഥി വളരെ ആശ്രയിച്ചാണ്. അപ്പൊ ഈ 3 ജില്ലകളിൽ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു പാറ്റേൺ ഉണ്ട്. അതില് ആലപ്പുഴയിൽ അരൂരും ഹരിപ്പാടും BJP മുന്നോട്ട് നിൽക്കുന്ന, കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അത് കണ്ടതാണ്. പക്ഷെ ഈ അരൂര് LDF-ന് അത് മറികടക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അരൂര് SNDP-യുടെ ഒരു BDJS-ന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരു പക്ഷേ BJPക്ക് അവിടെ ചിലപ്പോൾ ചില ഇൻട്രോഡ്സ് വരുത്താൻ സാധിക്കും എന്നും വിശ്വസിക്കുന്നു. ഈ കായംകുളം മണ്ഡലത്തില് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ് പല സന്ദർഭങ്ങളിൽ. കായംകുളത്ത് BJP 2ാം സ്ഥാനത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത്ര മോശമായിട്ടില്ല എന്നാണ്. അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ മോശം പോയി എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അവിടെ 56,000-ൽ പരം വോട്ട് LDF നേടിയപ്പോൾ 64,000-ഓളം വോട്ട് പിന്നെ UDF-ന് കിട്ടി. 64,000, 10,000 ചില്ലുവാൻ വോട്ട്. UDF ആണോ LDF ആണോ അവിടെ മുന്നിൽ? അവിടെ LDF മുന്നിലായി. ഏതാണ്ട് 7,000-ന് പുറത്ത്, 7,500-ന് പുറത്ത് വോട്ട് അവിടെ വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. BJPക്ക് 33,435 ഉള്ളൂ. അത്ര വോട്ട് നേടാനേ കഴിഞ്ഞുള്ളൂ. അവിടെ അതെന്താണ് പറ്റിയതെന്നറിയില്ല. ഒരുപക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായിട്ട് സ്ഥാനാർത്ഥികളെ കൂടെ കുറച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതാണ് സംഭവിച്ചത്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോ വലിയ രീതിയിൽ SNDP വോട്ടും സ്ത്രീകളുടെ വോട്ടും പോലെ അത്തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ BJPയുടെ വോട്ട് അവിടെ മാറാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇതുവരെയുള്ള വോട്ടിംഗ് ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഈ BJPയുടെ ബേസ് വോട്ടാണ് ഈ 33,000 ചില്ലുവാൻ എന്ന് പറയുന്നത്. ഇതല്ലാതെ
നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ എന്നാ അവർക്ക് ആവട്ടെ എന്ന് വിചാരിക്കുന്ന ഇഴവ നായർ വിഭാഗത്തിലുള്ള വോട്ടുകൾ ധാരാളം ഉണ്ട് അവിടെ. അത് ചിലപ്പോൾ കോൺഗ്രസിന് പോകുന്നത് ചിലപ്പോൾ തിരിഞ്ഞ് ബി ജെ പിയിലേക്ക് വരാം. അതുപോലെ തന്നെ LDF-ൽ പോകുന്ന ചില വോട്ടുകളും തിരിഞ്ഞു വരാനുള്ള സാധ്യത നിലനിൽക്കുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ ചെങ്ങന്നൂർ അവിടെ ഒരു പ്രത്യേകത ഉള്ള പ്രദേശം. ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. 40,000-ന് പുറത്ത് വോട്ട് ബി ജെ പിക്ക് തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ 41,674 വോട്ട് കിട്ടി. ഈ 40,000-ന് പുറത്ത് വരുന്ന ബി ജെ പിക്ക് വോട്ടുള്ള സ്ഥലങ്ങളിൽ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അത് ഒരു ത്രികോണ ക്ലാസ് മണ്ഡലമായിട്ടാണ് ചെങ്ങന്നൂർ കണക്കാക്കപ്പെടുന്നത്. അത് പ്രത്യേക ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ എത്ര? അതാണ് 41,674 വോട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും അതൊരു പ്ലസ് പോയിന്റ് ആണ്. അവിടെ UDF-ന് 46,156 വോട്ടാണ് ഉള്ളത്. LDF-ന് 49,000. ചെറിയ മാർജിനേ ഉള്ളൂ. ചെറിയ മാർജിൻ. അവര് തമ്മിൽ 2,962 ഒരു 3,000 വോട്ടിന്റെ വ്യത്യാസം. അതേസമയം ബി ജെ പി LDF-ഉം തമ്മിൽ ഏതാണ്ട് ഒരു 8,000 വോട്ടിന്റെ അല്ലെങ്കിൽ ഒരു 7,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. ഇതുപോലെ അല്ല എനിക്കും പാറ്റേൺ എന്നുള്ളത് ഉറപ്പാണ്. കാരണം നിയമസഭയും വ്യത്യാസം. കാരണം അതില് ഓരോ സ്ഥലത്തെയും പ്രാദേശികമായ സ്ഥാനാർത്ഥികളുടെ മികവാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അടുപ്പമാണ് നോക്കുന്നത്. പക്ഷെ കോർപ്പറേഷൻ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ടോട്ടാലിറ്റി വരികയും അതിൽ മികച്ചതാരെ 3 സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന ത്രികോണ മത്സരം നടക്കാൻ ഉറപ്പുള്ള സ്ഥലമാണ് ചെങ്ങന്നൂര്. അവിടെ തീർച്ചയായിട്ടും ആ ഒരു മുമ്പും ബി ജെ പി അവിടെ 40,000-ന് പുറത്ത് ശ്രീധരൻപിള്ള സാറൊക്കെ മത്സരിച്ചപ്പോൾ പിടിച്ച സ്ഥലങ്ങൾ തന്നെ. ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള യാതൊരു സംശയമില്ല ഒരു പ്രദേശമാണ്. ബി ജെ പിക്ക് വേണമെങ്കിൽ നല്ല സ്ഥാനാർത്ഥിയും പിന്നെ അതുപോലെ തന്നെ ആ ബേസ് വോട്ടുകൾ നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് ചെങ്ങന്നൂർ. അപ്പൊ ഈ ശരിക്കും ആലപ്പുഴ ജില്ലയിൽ ഈ പറഞ്ഞതുപോലെ ഒരു അട്ടിമറി നടക്കാനുള്ള സാധ്യതയുണ്ട്. ചെങ്ങന്നൂരിലുണ്ട്. അരൂരും ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു സ്ഥാനാർത്ഥി BDJS-ന്റെ ഈ ഹരിപ്പാട് നമ്മുടെ രമേശ് ചെന്നിത്തല സ്ഥിരമായിട്ട് 2011 മുതൽ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷമുണ്ട്. ഇത്തവണ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 2,466 വോട്ടേ ഉള്ളൂടെ ഭൂരിപക്ഷം UDF-ന്. അപ്പൊ അത് കാണിക്കുന്നത് അവിടെ ചില അട്ടിമറികൾ സാധ്യതകൾ. ബി ജെ പിക്ക് എത്ര വോട്ട് കിട്ടി? ബി ജെ പിക്ക് 30,000 ചിലവാനേ ഉള്ളൂ. അതേസമയം 48,000 LDF-നുണ്ട്, UDF-നുണ്ട്, 45,000 LDF-നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഭയം ഉണ്ട് ആ കാര്യത്തിൽ. അല്ല, ഇപ്പോഴത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ആ ഒരു പ്രശ്നം നിൽപ്പുണ്ട്. വെറും ബി ജെ പി ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു പക്ഷേ ഹരിപ്പാട് ചെന്നിത്തലയ്ക്ക് അത് വലിയ വെല്ലുവിളിയാവും, സംശയമില്ല. ബി ജെ പി ജയിച്ചില്ലെങ്കിൽ കൂടി ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ഒരു പക്ഷേ അത് കാരണമായേക്കാം. സംശയമില്ലത്. എന്തായാലും ഈ 3 ജില്ലകൾ വളരെ നിർണായകമാണ്. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ 34 വോട്ടുകൾ, 34 സീറ്റുകൾ. ആ 34 സീറ്റിൽ മെജോറിറ്റി ഇപ്പോഴും CPM വിചാരിക്കുന്നത് അത് തങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ്. അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില ട്രെൻഡുകൾ. BJP-യും പ്രതീക്ഷ വെച്ചിരിക്കുന്നത് അതിൽ തന്നെയാണ്. BJP എത്രത്തോളം നല്ല സ്ഥാനാർത്ഥികൾ നിർത്തും, പിന്നെ നിലവിലുള്ള അയ്യപ്പന്റെ കോപം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇതെല്ലാം കൂടി ചേർന്ന് വന്ന് ആ സംഘപരിവാറിന്റെ മിഷനറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും കൂടി ചെയ്താൽ BJP-ക്ക് വലിയ നേട്ടങ്ങൾ ഈ 3 ജില്ലകളിൽ തീർച്ചയായിട്ടും ഒരു 6-7 സീറ്റുകൾ ഇവിടെ BJP-ക്ക് വേണമെന്ന് വെച്ചാൽ വിജയിക്കാവുന്നതാണ്. ഈ 34 6-7 സീറ്റുകൾ തീർച്ചയായിട്ടും അതൊരു 10 വരെ പോകാൻ സാധ്യതയുണ്ടോ സാർ? എന്തായാലും ആലപ്പുഴ 2, നമ്മൾ പറഞ്ഞ ചെങ്ങന്നൂരും വളരെ ഇതുള്ള. ചാത്തന്നൂര് മാത്രമേ കൊല്ലത്ത് ഇപ്പൊ കൊല്ലം മണ്ഡലത്തിലും ഈ തവണ നല്ല മുന്നേറ്റം നടത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ 12 വാർഡുകളാണ് BJP പിടിച്ചെടുത്തത്. അവിടെ 32,500 ചില്ലാൻ വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ UDF-ന് 42,000 സംതിങ് ആണ്, 49,000 LDF-നുണ്ട്. 6,500 വോട്ടിന്റെ ഡിഫറൻസ് LDF-ഉം UDF-ഉം തമ്മിലുണ്ട്. ഇതൊക്കെ മാറി മറിയാവുന്നുള്ളൂ. നല്ല സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ കൊല്ലത്തും
ബി.ജെ.പിക്ക് ബി.ജെ.പിക്ക് വളരെ അനുകൂലമായ സാഹചര്യം. മുമ്പ് അവിടെ BDJS-ന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച് അദ്ദേഹം ഒരു പ്രൊഫസറൊക്കെ ആയിരുന്നാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശശികുമാർ സാറ്. അദ്ദേഹം നല്ല രീതിയിൽ വോട്ട് പിടിച്ച 2016. അതുപോലെ കുന്നത്തൂര് 33,000 വോട്ട് BJP-ക്കുണ്ട്. അതൊക്കെ അവിടേക്ക് ഇനിയും വോട്ടിന് സ്കോപ്പ് ഉണ്ട് എന്ന് കാണിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെ ഏറ്റവും സാധ്യത ഉള്ളത് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്ത് 6 മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ സ്വാധീനമാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്. നഗരത്തിലെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവിന് പുറമെ തിരുവനന്തപുരം, കാട്ടാക്കട, ചിറയൻകീഴിൽ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം ബി.ജെ.പിക്ക് ഇത്തവണ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. എന്തായാലും വരട്ടെ, നമുക്ക് വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളൊക്കെ എല്ലായിടത്തും ആയിട്ടില്ല. അതെ, സ്ഥാനാർത്ഥികളൊക്കെ ആയി ആ തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ പരമാവധി വരട്ടെ. നമുക്ക് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഈ 3 ജില്ലകളാണ് തീരുമാനിക്കുക കേരളം ആര് ഭരിക്കണം. യാതൊരു സംശയവുമില്ല. അത് LDF-നും വളരെ നിർണായകമാണ്. UDF മെജോറിറ്റി സീറ്റുകൾ അവർ പിടിച്ചില്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ബി.ജെ.പിക്ക് എന്തെങ്കിലും ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ ഈ ബി.ജെ.പിയുടെ അഭിമാനം കാക്കുന്ന പോരാട്ടമാണ് ഈ 3 ജില്ലകളിൽ. 7 സീറ്റെങ്കിലും, ഈ 34-ൽ 7 ബി.ജെ.പിക്ക് പിടിക്കാൻ കഴിഞ്ഞാലേ അവര് ഒരു 10ലേക്ക് ഭാവി ശോഭനമാകുകയാണ്. സീറ്റിലേക്ക് എത്തിക്കൊണ്ട് ഒരു ഹങ് അസംബ്ലി വന്നാൽ നിർണായകമായി ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന 10 സീറ്റ് ബി.ജെ.പി പിടിച്ചാൽ ഹങ് അസംബ്ലിയാണ്. യാതൊരു സംശയവുമില്ല. അത് എന്തായാലും എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. നമുക്ക് വീണ്ടും ഇതേ വിഷയം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.